ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളങ്ങനെ കണങ്കാവൽ മൂവി കണ്ടു. സിനിമയെപ്പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്ന് തന്നെ പറയാം. ഈ സിനിമ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു താല്പര്യമില്ലാതെ കണ്ട സിനിമ. കാര്യം ഈ സിനിമ ട്രെയിലർ സത്യം പറഞ്ഞാൽ വെച്ച് തമിഴ് ഡയലോഗ് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് നമ്മുടെ ഈ നേരത്തെ പടം ഇറങ്ങില്ല മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം, അതുപോലത്തെ ഒരു സ്ലോ ഫേസ് മൂവി ആയിരിക്കും എന്ന് കരുതിയാണ് ഞാൻ പോയത്. ഞാൻ അമിത പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തന്നെ പോയി കണ്ടത്. പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടിപൊളി എൻ്റർടൈനർ. നമ്മുടെ അഞ്ചാം പാതിര മൂവിയൊക്കെ കാണുന്ന പോലെ നല്ലൊരു ത്രില്ലർ എൻ്റർടൈനറാണ്. എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ത്രില്ലറാണ് സിനിമ. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസ് രീതിയുടെ മുൾമുനെ നിർത്തുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. അത് നല്ല വർക്കത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ആക്ടിംഗ് ആണ്. ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും മമ്മൂട്ടിയായാലും അതുപോലെ തന്നെ വിനായകനായാലും നമ്മുടെ അസീസ് നെടുമ്പങ്ങാടായാലും ഇതിനകത്ത് അഭിനയിച്ച പുതുമുഖ താരങ്ങളായ കുറേ നായികന്മാരുണ്ട്. പ്രമുഖ നടൻ സായികുമാറിൻ്റെ മകൾ ഉൾപ്പെടെ കുറേ നായികന്മാർ അഭിനയിച്ചിട്ടുണ്ട്. അവരുൾപ്പെടെ എല്ലാവരും അവരവരുടെ റോൾ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട അഭിനയം മമ്മൂക്കയുടെ ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ നമ്മൾ പലതും കണ്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വിധേയൻ സിനിമക്കത്തെ പട്ടേരി എന്ന ക്യാരക്ടർ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. അതുപോലെ പാലര് മണിക്ക് മൂവിലെ ക്യാരക്ടർ, അതുപോലെ തന്നെ മുന്നറിയിപ്പ് എന്ന സിനിമയിലെ രാഘവൻ എന്ന ക്യാരക്ടർ. ഈ 3 ക്യാരക്ടർ മമ്മൂക്കയുടെ സംബന്ധിച്ച് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ നിന്നൊക്കെ ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. ശരിക്കും വളരെ ഡിഫറൻ്റ് ആയിട്ട് രീതിയിലുള്ള ആക്ടിങ് സ്റ്റൈലാണ് മമ്മൂക്ക എന്ത് കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു ക്യാരക്ടറോട് നമുക്ക് ശരിക്കൊരു ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് നമുക്ക് ഈ മമ്മൂക്കയുടെ ആക്ടിങ് നമുക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറായിട്ട് മമ്മൂക്ക ശരിക്കും അങ്ങ് ഇഴുകി ചേർന്ന് എന്ന് തന്നെ പറയാം. നമുക്ക് ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് രണ്ടര കൊടുത്താലെന്ന് തോന്നും. ആ ഒരു രീതിയിലുള്ളൊരു അഭിനയം നമുക്ക് എന്ത് കാഴ്ച വെച്ചു. നമുക്ക് തുടർന്ന് സിനിമയിലെ വില്ലൻ്റെ ഒരു ക്യാരക്ടറില്ലേ, നമുക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നും. സിനിമയിൽ ഒരെണ്ണം കൊടുത്താലെന്ന് തോന്നും. അത്രയും ഒരു നമുക്ക് ആ ഒരു ക്യാരക്ടറോട് നമുക്കൊരു ദേഷ്യം തരും. പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ വിജയം സത്യം പറഞ്ഞത് ആ ഒരു രീതിയിലുള്ള അഭിനയം നമുക്ക് എന്ത് കാഴ്ച വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ ആക്ടിങ് കയറി തന്നെ മറ്റൊരു കൊണ്ടുപോകൽ കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം മമ്മൂക്കയുടെ ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് അതുപോലെ എനർജറ്റിക്കും. നമുക്കറിയാം മമ്മൂക്ക ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് സത്യം പറഞ്ഞാൽ മമ്മൂക്ക ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു പിടിയിലായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് സിനിമയിൽ തോന്നുന്നില്ല. നല്ല എനർജറ്റിക്കൽ നമുക്കത് കാണാൻ സാധിക്കുന്നത്. മറ്റ് ക്യാരക്ടേഴ്സൊപ്പം പുള്ളി ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പുള്ളിയുടെ ഒരു ഏജിൻ്റെ ഒരു സംഭവം നമുക്ക് തോന്നുന്നില്ല. അവരുടെ സെയിം ഏജുകാരനായ ഒരാളാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അസീസ് ആണെങ്കിലും അസീസിൻ്റെ ഏജിലുള്ള ഒരാളാണ് മമ്മൂക്ക എന്ന് തോന്നത്തുള്ളൂ. കാര്യം മമ്മൂക്കയുടെ ഏജൊന്നും നമുക്ക് ഇവിടെ തോന്നുന്നില്ല. അത്രയ്ക്ക് എനർജറ്റിക്കായിട്ട് മമ്മൂട്ടി ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, വർത്ത് മൂവിയാണ്. എല്ലാവരും പോയി മസ്റ്റായിട്ട് കാണുക.